മുത്തുംപഴത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദ് സാറിൻ്റെ ഗാനങ്ങളുടെ ഒരു ശ്രേണിയിലൂടെയാണ് നമ്മൾ ഇത്രയും കാലം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെ പ്രത്യേകത സവിശേഷത തേടിക്കൊണ്ടാണ് ഈ യാത്ര. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു 100 ഗാനങ്ങൾ എടുത്താൽ അതിനകത്ത് എവിടെയെങ്കിലും പല്ലവിയിലോ അനുപല്ലവിയിലോ ചരണത്തിലോ പാടുക, പാടി അല്ലെങ്കിൽ പാട്ട് എന്നൊരു വാക്കുണ്ടാവും. അത് ഏതൊക്കെയാണെന്നാണ് ഇതിൻ്റെ അന്വേഷണ വിഷയം. ഇന്ന് നമ്മൾ പറയുന്ന ചിത്രം ലാൽ സലാം. അടിപൊളി സിനിമയാണ്, നല്ല ഗംഭീര സിനിമയാണ്. എല്ലാവരും എപ്പോഴും കാണുകയും പല പല സീൻസൊക്കെ നമ്മൾ കാണുന്നതാണ്. ശരിക്കും ജീവിതഗന്ധിയായ ഒരു ചിത്രം തന്നെയാണ്. ശ്രീ വേണുനാഗവള്ളി അന്തരിച്ചു പോയ വേണുചേട്ടനാണ് ഇതിൻ്റെ സംവിധായകൻ. ചെറിയാൻ കൽപ്പവടിയാണ് രചന. ഇതിൽ രവീന്ദ്ര മാസ്റ്ററാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രീ എം ജി ശ്രീകുമാറും സുജാതയും കൂടെ ചേർന്ന് ആലപിച്ച ഒരു ശരിക്കും നാടൻ ഫോക്കിലായിട്ടുള്ള ഒരു ഗാനമാണ്. ആ പാട്ടിൽ എവിടെയാണ് ഈ വാക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആരോ പോരുന്നൻ കൂടെ പോരാ ഞാനും നിൻ കൂടെ, ആരോ പോരുന്നൻ കൂടെ, ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചങ്ങാലിപ്പക്ഷി, വിത്തും കൈക്കോട്ടും കൂടെ എത്താൻ വൈകല്ലേ, വയലേലകൾ പാടുകയായി വയർ കാഞ്ഞെരിയുന്നവരെ, വരവായി പുതുലോകമിതാ ആരോ. കണ്ടോ ഇതിൽ എത്ര പ്രാവശ്യം നിറയ്ക്കുന്നത്? പോരുന്നൻ കൂടെ പോരാം ഞാനിതിന്, ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചങ്ങാലി പക്ഷി. അവിടെ തന്നെ ആദ്യം പറയുന്നുണ്ട്, പക്ഷിയോട് ചോദിക്കുകയാണ് ചങ്ങാലി പാടുന്നത്, ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചങ്ങാലി പക്ഷി. അതിനാണ് പ്രയോഗമാണ് ചെയ്തിരിക്കുന്നത്, ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചങ്ങാലി പക്ഷി, ചക്കയ്ക്കൊപ്പുണ്ടോ പാടും ചങ്ങാലി പക്ഷി, വയലേലകൾ പാടുകയായി വയർ കാഞ്ഞെരിയുന്നവരെ. കണ്ടില്ലേ, അവിടെ 2 പ്രാവശ്യമാണ് അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വയലേലകൾ പാടുകയായി വയർ കാഞ്ഞെരിയുന്നവരെ. ഇതിൻ്റെ ചരണത്തിൻ്റെ അവസാനം, നാളത്തെ പൊന്നോണം മാളോർക്കെല്ലാം തകതന്തിന്നോ താനാരോ തകതന്തിന്നാരോ, താളത്തിൽ പാടാനും നീയും വേണം. കണ്ടോ, താളത്തിൽ പാടാനും നീയും വേണം. വീണ്ടും പറയുമോ, 3 പ്രാവശ്യമാണ് ഈ ഗാനത്തിൽ അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. താളത്തിൽ പാടാനും നീയും വേണം. ഇതിൻ്റെ തുടർച്ചയായി വന്ന ചിത്രമാണ് രക്തസാക്ഷികൾ സിന്ദാബാദ്. സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. എന്തായാലും അതും ശ്രീ വേണുചേട്ടൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഗാനം ശ്രീ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. എം ജി രാജൻ സാറാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി. ഒരു ചോദ്യോത്തരം പോലെയാണ് പാട്ട് തുടങ്ങുന്നത്. അരുമപ്പെണ്ണേ നേരോ നേരോ വെറുതെ പുരുതം പറയാതെ, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ഇതൊരു ചോദ്യോത്തരം പോലെയാണ് പോകുന്നത്. വിത്ത് വിതച്ചത് നാമല്ലേ, വിള കാത്തു കിടന്നത് നാമല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ചോദ്യം തരുന്നത്. 10 മീനി വിളഞ്ഞില്ലേ കൊയ്ത്തു കുടിഞ്ഞ്, ഇങ്ങനെ അത് ചോദ്യം. കന്നിപ്പെണ്ണെ കാർഗുയിലെ ഈ മണ്ണിൻ ഉടമകൾ നമ്മളല്ലേ, വിത്തു വിതച്ചതു നാമല്ലേ, വിള കാത്തു കിടന്നതു നാമല്ലേ. ഇതിൽ നമ്മൾ പറഞ്ഞ വാക്ക് വരുന്നത്, ചക്രം തിരിയെ തേതക പാടി തേകി ഒഴിച്ചത് നാമല്ലേ, തേകി ഒഴിച്ചത് നാമല്ലേ എന്നാണ്. അവിടെ ചക്രം തിരിയുമ്പോൾ പാട്ട് പാടിക്കൊണ്ട് ചവിട്ടിക്കൊണ്ടാണ് ചക്രം തിരിയുന്നത്. അവർ തുടർന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്, ഈ മടവെള്ളം വരുന്ന സമയത്ത് കാത്തു കിടന്നത് നാമല്ലേ, മഴയത്തും വെയിലത്തും എല്ലാം നമ്മൾ കാത്തു കിടന്നതല്ലേ, ഈ വിളകളുടെ അധ്വാനിക്കുന്നതിൻ്റെ ശരിക്കുമുള്ള അതിൻ്റെ ഫലം വേണ്ടത് നമുക്കല്ലേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായൊരു ഗാനമാണ്. സങ്കല്പം വളരെ വലുതാണ്. അപ്പോൾ അവിടെ പറയും ചക്രം പാടി, അവിടെയും പാടി എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ചക്രം തിരിയെ തേതക പാടി തേകി ഒഴിച്ചതു നാമല്ലേ. ഏറ്റവും ഒടുവിൽ മാരിക്കാരൻ പടയണികൾ പാടിപ്പാടി വരുന്നുണ്ടേ എന്നാണ്. കണ്ടോ, പാടിപ്പാടി ആകാശത്തിൻ്റെ മാരിക്കാരൻ്റെ ആ പടയണികൾ ഇതാ പാടിപ്പാടി വരുന്നു എന്ന്. വീണ്ടും അദ്ദേഹം അവിടെയും 2 തവണ ഈ വാക്ക് ഉപയോഗിച്ചു. തുടക്കത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു ചക്രം തേകി വെച്ചത് പറഞ്ഞ് പാടി, ചക്രം വെള്ളം തേക്കുമ്പോൾ പാടി എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാരിക്കാരൻ പടയണികൾ പാടിപ്പാടി വരുന്നുണ്ട്, മാരിക്കാരൻ പടയണികൾ പാടിപ്പാടി വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ, ലാൽ സലാമും രക്തസാക്ഷികൾ സിന്ദാബാദും, ഈ 2 ചിത്രങ്ങളും, ആദ്യത്തെ ചിത്രത്തിൻ്റെ സംവിധായകൻ ലാൽ സലാമിൻ്റെ രവീന്ദ്ര മാസ്റ്ററാണ് സംഗീത സംവിധായകൻ. ഇത് എം ജി രാജൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2ലും ഉള്ള ഗാനങ്ങളിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 2 ഗാനങ്ങളിലും അദ്ദേഹം തൻ്റെ ഈ പാടുക അല്ലെങ്കിൽ പാടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൽക്കാലം നിർത്തുകയാണ്. 2 ചിത്രങ്ങളുടെയും കൂടെ ഒരു മുതൽക്കൂട്ട് നിങ്ങൾക്ക് തരികയാണ്. വീണ്ടും ഏത് ചിത്രത്തിനായാലും ഏത് ഗാനത്തിനായാലും നിങ്ങൾ വീണ്ടും കാത്തിരിക്കണം ക്ഷമയോടെ.